ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാലുവിന് പ്രതികാരം മാത്രമേ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. അത്രയും പറഞ്ഞ് ബലരാമൻ്റെ അമ്മ ഒരു പെട്ടി എടുത്തുകൊണ്ട് വരും. അത് തുറക്കുമ്പം അതിൽ സാഗറിൻ്റെയും സുചിത്രയുടെയും കൃഷിൻ്റെയും കൃപയുടെയും ഫോട്ടോ ഉണ്ട്. വേറൊരാളുടെ ഫോട്ടോ മറച്ചു വെച്ചേക്കോ, ആരാന്ന് അറിയത്തില്ല. ആ കൂടെ തോക്കുമെല്ലാം ഇരിപ്പുണ്ട്. അവർ പറയുന്നുണ്ട്, ഈ മറച്ചു വെച്ചേക്കുന്ന ആരാന്നറിയാലോ, നമ്മളുടെ ആദ്യത്തെ ഏര. ബാക്കി 4 പേരും അധികം വൈകാതെ തന്നെ ചുമരിൽ ചിത്രങ്ങളാവും. പിന്നെ ഈ കുട്ടികൾ ഇവരെ എന്തിനാ കൊല്ലുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാം, ഒരു കുലം മുടിപ്പിക്കുമ്പം അവിടെയുള്ള എല്ലാവരെയും തീർത്തിരിക്കണം. അതെല്ലാം കേട്ട് അയാൾ ചിരിയോടെ ഇരിക്കുവാണ്. അവർ പറയുന്നുണ്ട്, അലികെ തീർക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകാൻ പോകുക. അതിനു വേണ്ടുന്ന ഒരു ആയുധം അധികം വൈകാതെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും. കൺമണി, അലികയുടെ സ്വകാര്യ സ്വത്ത്. അവളെ നമ്മൾ ഇങ്ങ് എടുക്കും. അവളെ അലികയിലേക്ക് തന്നെ എയ്തു വിടും. അതോടെ സാഗർ തീരും. പല കാര്യങ്ങളും ഓർത്ത് അവരിൽ പക ആളിക്കത്തുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുൺ ബസ് സ്റ്റോപ്പിൽ വന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് വരുമ്പം കാണുന്നത് കൺമണി നടന്നു വരുന്നതാണ് എതിരെ വശത്തോടെ. വരുൺ അവിടെ നിന്ന് ഉറക്ക കൺമണി എന്ന് വിളിച്ച് കൈയൊക്കെ വീശി കാണിക്കും. പക്ഷേ കൺമണി വരുണിനെ കാണുന്നില്ല. ആ സമയം കൃഷിൻ്റെ കാറ് കൺമണിയുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തും. അത് കാണുമ്പോൾ വരുണിന് ദേഷ്യം വരും. കൃഷി കൺമണിയോട് ചോദിക്കും, കൺമണിയുടെ അസുഖം മാറിയോ? കൺമണി മാറിയെന്ന് പറയും. കൃഷി പറയും, വാ വന്ന് വണ്ടിയിൽ കയറ്, ഞാൻ കൊണ്ടുപോകാം ഓഫീസിലേക്ക്. കൺമണി പറയും, വേണ്ട സാർ, ഞാൻ വന്നോളാം. കൃഷി പറയും, കൺമണിയെ കണ്ടാലറിയാം മുഴുവൻ ഭേദമായിട്ടില്ലെന്ന്, വന്ന് വണ്ടിയിൽ കയറ്. കൺമണി അങ്ങനെ വണ്ടിയിൽ കയറും. അത് കണ്ട് വരുണിന് ദേഷ്യം കൂടും. ആ സമയം അമ്മായിമാർ അങ്ങോട്ട് വരുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട്. കൃഷിൻ്റെ കാർ അവിടെ നിന്ന് പോയി കഴിയുമ്പം അമ്മായി വന്ന് വരുണിനോട് പറയും, എന്താണേലും വരുൺ മോൻ്റെ ഒരു ഭാഗ്യം, കല്യാണം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടല്ലോ, കൺമണിയെ ഓഫീസിൽ കൊണ്ടുപോകാൻ കൃഷി സാറുണ്ടല്ലോ. എന്തോന്നാ പറഞ്ഞത്? വരുൺ ചോദിക്കുമ്പോൾ അവർ പറയും, അല്ല, MDക്ക് കൺമണിയുടെ ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടെന്ന് പറയുമായിരുന്നു. അത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. പക്ഷേ മോൻ ഇതിൻ്റെ പേര് അവരോട് വഴക്ക് കൂടാനൊന്നും പോവല്ലേ. വേറൊന്നും കൊണ്ടല്ല, ഇതിനെ പകരം ചോദിക്കുന്നത് കൃഷി സാറായിരിക്കും. കൺമണിയോട് ആരെങ്കിലും ദേഷ്യപ്പെടുന്നത് കൃഷി സാറിന് സഹിക്കില്ല. എല്ലാം മോൻ്റെ ഒരു ഭാഗ്യം. മോൻ്റെ ഭാര്യയാകാൻ പോകുന്ന കൺമണിയോട് ഓഫീസിലെ മേധാവി സ്നേഹത്തോടെ പെരുമാറുന്നെന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. നിങ്ങൾ എന്നെ ആക്ഷേപിക്കുവാണോ? വരുൺ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഉള്ള കാര്യം പറയുമ്പം എങ്ങനെയാ മോനെ ആക്ഷേപമാവുന്നത്? കണ്ടോ ചേച്ചി, നമ്മൾ നല്ലത് പറയാൻ വന്നപ്പോൾ നമ്മൾ കുറ്റക്കാരായി. എന്നാലും മോൻ ഞങ്ങളോട് ഇങ്ങനെ പറയുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. വാ ചേച്ചി, നമുക്ക് പോവാന്നും പറഞ്ഞ് സങ്കടം അഭിനയിച്ച് 3 പേരും അവിടുന്ന് പോകും. ഈ സമയം കൃഷും കൺമണിയും കൂടെ കാറിൽ പോവാണ്. കൃഷി ചോദിക്കുന്നുണ്ട്, കൺമണിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? കൺമണി പറയും, ഇല്ല സാർ. കൃഷിൻ്റെ മനസ്സിൽ മുഴുവൻ അവൻ കൺമണിയെ താലി കെട്ടിയ കാര്യവും ആ താലി ഇപ്പോഴും കൺമണി ഊരിക്കളയാതെ സൂക്ഷിച്ചതൊക്കെയാണ്. അതിനെപ്പറ്റി ചോദിക്കണമെന്ന് കൃഷ്ണനുണ്ട്. കൃഷി അത് ചോദിക്കാൻ വരും. എനിക്കൊരു കാര്യം പറയാനുണ്ട് കൺമണി. എന്താണെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും, അത് പിന്നെ നമ്മുടെ ആ സമയം വരുൺ കൺമണിയെ കോൾ ചെയ്യും. അവൾ എടുക്കാതിരിക്കുമ്പോൾ കൃഷി പറയും, ഫോൺ എടുത്തോ, അതിനുശേഷം നമുക്ക് സംസാരിക്കാമെന്ന്. കൺമണി കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേ എന്താ വരുൺ എന്ന് ചോദിക്കും. വരുൺ ചോദിക്കും, നീ ഇപ്പം എവിടെയാ? കൺമണി മിണ്ടാതിരിക്കുമ്പോൾ വരുൺ വീണ്ടും ചോദിക്കും, ചോദിച്ചു കേട്ടില്ലേ, നീ ഇപ്പം എവിടെയാന്ന്? കൺമണി സ്ഥലം പറയും. വരുൺ പറയും, എന്നാ കാർ അവിടെ നിർത്തി അവിടെ ഇറങ്ങിക്കോ, ഞാൻ അങ്ങോട്ട് വരാം. എന്തിനാ വരുണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, കൂടുതലൊന്നും സംസാരിക്കേണ്ട, പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. കൺമണി പറയും കൃഷ്ണനോട്, സാർ വണ്ടി ഇവിടെ നിർത്തിയേക്കോ. എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, വരുൺ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷി വണ്ടി അവിടെ ഒതുക്കി നിർത്തും. വരുൺ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും കൺമണി കാറിൽ നിന്ന് ഇറങ്ങും. വരുൺ ദേഷ്യത്തോടെ കൺമണിയുടെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കണമെന്ന്, ഞാൻ അങ്ങോട്ട് വരുമല്ലോ. ആ സമയം കൃഷ്ണൻ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വരുൺ പറയും, വിളിച്ചോട്ട് എടുക്കത്തുമില്ല, കാര്യങ്ങളൊന്നും പറയത്തുമില്ല, ഞാനത്ര മണ്ടനൊന്നും അല്ല. വരുൺ, ഞാൻ ഓഫീസിലേക്ക് നടന്നു പോവുമായിരുന്നു, അന്നേരം സാറിനെ കണ്ടതാ. വരുൺ പറയും, അവിടെ ആ വഴിയിൽ ഞാനും ഉണ്ടായിരുന്നു, എന്നെ കണ്ടില്ല അല്ലേ? ഓഫീസിലേക്ക് നടന്നാ പോകുന്നെങ്കിൽ ആ കാര്യം എന്നെ വിളിച്ച് പറയണം. ഞാൻ വണ്ടി കയറാൻ പറഞ്ഞ 100 ന്യായവും 1000 തടസ്സവും. എൻ്റെ കൂടെ വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് വണ്ടിയിൽ കയറാമെന്നും പറഞ്ഞ് കലിച്ച് വരുൺ വണ്ടിയിൽ ചെന്ന് കയറും. കൺമണിക്ക് ആകെ സങ്കടം വരും. അവൾ കണ്ണ് നിറച്ച് കൃഷ്ണനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും മിണ്ടാതെ വരുണിൻ്റെ കൂടെ കാറിൽ ചെന്ന് കയറും. കൃഷും എന്ത് പറയണമെന്ന് അറിയാതെ നിസ്സഹായനായി അവിടെ നിൽക്കും. വരുണൊക്കെ അവിടുന്ന് പോയ ശേഷം കൃഷും കാറിൽ കയറി പോകും. പിന്നീട് കാണിക്കുന്നത് മനോജ് ബലരാമൻ്റെ വീട്ടിൽ ചെല്ലുന്നതാണ്. വാതിൽ തുറക്കുന്ന ബലരാമൻ്റെ അമ്മയ്ക്ക് മനോജിനെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. മനോജ് പറയും, മാഡം, ഞാൻ മനോജ്, ബലരാമൻ സാർ പറഞ്ഞിട്ട് വന്നതാ. അത് കേട്ട് അവർ പറയും, ഓ, കൺമണിയുടെ സഹോദരൻ, വരൂ അകത്ത് കയറി ഇരിക്കാം. മനോജ് പറയും, വേണ്ട മാഡം, ബലരാമൻ സാർ പറഞ്ഞിരുന്നു കമ്പനിയുടെ ആവശ്യത്തിനായി 5 ലക്ഷം രൂപ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്, അത് വാങ്ങിക്കാൻ വന്നതാ. അവർ പറയും, പൈസയൊക്കെ തരാം, ആദ്യം മനോജ് അകത്ത് കയറി ഇരിക്കുക. മനോജ് അകത്ത് കയറി ഇരിക്കുമ്പോൾ അവർ ചോദിക്കും, മനോജിന് കുടിക്കാൻ എന്താ വേണ്ടത്, ചായയോ കാപ്പിയോ അതോ ജ്യൂസോ? മനോജ് പറയും, ഒന്നും വേണ്ട മാഡം, സത്യത്തിൽ ഇങ്ങനെയൊരു സ്വീകരണം ഞാൻ പ്രതീക്ഷിച്ചത് പോലും അല്ല. മനോജ് ഞങ്ങളുടെ വെറും ഒരു സ്റ്റാഫ് മാത്രമല്ല, കൺമണി എന്ന വലിയൊരു കലാകാരിയുടെ സഹോദരനും കൂടിയാ. കൺമണിക്ക് കൊടുക്കുന്ന ബഹുമാനാണ് ഇവിടെ മനോജിനോടും കാണിക്കുന്നത്. ഒരു ജ്യൂസ് ആവാ അല്ലേ? മനോജ് ശരിയെന്ന് പറയും. അവർ ലാലി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും ഒരു സ്ത്രീ ഇറങ്ങി വരും. എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും കൺമണിയുടെ സഹോദരനാണ്, മനോജിന് ഒരു ജ്യൂസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അവർ പോകും.
ലാലി ചോദിക്കും ഏത് ജ്യൂസാണ് മനോജ് വേണ്ടത്, ഓറഞ്ച് വേണോ പൈനാപ്പിൾ വേണോ? മനോജ് പറയും ഏതാണെങ്കിലും മതി. ഓക്കെ, എന്നാൽ പിന്നെ പൈനാപ്പിൾ ജ്യൂസ് തന്നെ എടുക്കാമെന്നും പറഞ്ഞ് അവർ പോകും. ഈ സമയം ബലരാമന്റെ അമ്മ കൊണ്ടുവന്ന് ക്യാഷ് മനോജിന്റെ കൊടുക്കും. ഞങ്ങളുടെ കമ്പനിയുടെ വളർച്ച ഇപ്പം മനോജിന്റെ കയ്യിലാ. ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് മാഡം. അവർ പറയും പക്ഷേ ദേവ്ജിയെ ബിആറിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ മനോജ് പരാജയപ്പെട്ടു പോയല്ലേ. അത് കേട്ട് മനോജിന് വല്ലായ്മ തോന്നുന്നുണ്ട്. അവർ പറയും സാരയില്ല, ബലരാമൻ പറഞ്ഞിരുന്നു ദേവ്ജിക്ക് പകരം കൺമണിയെ മനോജ് ഇവിടെ എത്തിക്കുമെന്ന്. അത് മതി, 10 or 100 ദേവ്ജിയുടെ ബലം ചെയ്യും ഒരു നമ്മുടെ കമ്പനിക്ക് വേണ്ടി. കൺമണി വരച്ച ഡിസൈന് എല്ലാവർക്കും ഇഷ്ടമായി. മേഡം അത് കണ്ടു കാണുമല്ലോ. മനോജ് ചോദിക്കുമ്പോൾ അവർ പറയും ഡിസൈൻ അല്ല, കൺമണിയാണ് ഞങ്ങൾക്ക് ആവശ്യം. മനോജ് പറയും കൺമണി നമ്മുടെ കമ്പനിയിലേക്ക് വരും മാഡം, ഉറപ്പാണ്, ഞാൻ കൊണ്ടുവരും അവളെ. ഈ സമയം ലാലി ജ്യൂസ് കൊണ്ടുവന്ന് മനോജിന് കൊടുക്കും. ബലരാമന്റെ അമ്മ ചോദിക്കുന്നുണ്ട് മനോജ് കൺമണിയുടെ ഫോട്ടോ ഒന്ന് കാണിക്കാവോ? പിന്നെ എന്താണെന്നും പറഞ്ഞ് മനോജ് ഫോണിലെ കൺമണിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ലാലി പറയും ക്യൂട്ട് ലിറ്റിൽ ഏഞ്ചൽ. ബലരാമന്റെ അമ്മ അത് ശരിവെക്കും. ഒരു മാലാഹ കുട്ടി തന്നെ, കൺമണി തന്നെ, മനോഹരമായ ഒരു ഡിസൈനാ, ദൈവം വരച്ച ഡിസൈൻ. ഫോൺ തിരികെ കൊടുത്തിട്ട് അവർ ചോദിക്കും കൺമണിയുടെ വിവാഹം കഴിഞ്ഞതാണോ? മനോജ് പറയും ഇല്ല മാഡം, നിശ്ചയം കഴിഞ്ഞു. അത് കേട്ട് അവർക്കൊരു നിരാശ തോന്നുന്നുണ്ട്. അതെ മാഡം, വരുണാണ് പയ്യൻ, വിവാഹം ഉടനെ തന്നെ കാണും. അവർ പറയും എന്നാ ശരി, മനോജ് ഇറങ്ങിക്കോളൂ. അവരോട് യാത്ര പറഞ്ഞ് മനോജ് അവിടുന്ന് പോകുമ്പം ലാലി ചോദിക്കുന്നുണ്ട് പതിവില്ലാത്ത രീതികളാണല്ലോ, സാധാരണ ആരെയും വീടിനകത്തേക്ക് കയറ്റാറില്ലല്ലോ. പക്ഷെ ഇന്നതേ അയാളെ വീടിനകത്ത് കയറ്റുന്നു, സോഫയിൽ ഇരുത്തുന്നു, ജ്യൂസ് കൊടുക്കാൻ പറയുന്നു. എന്താ പറ്റിയത്? ലാലി ബലരാമൻ വരച്ച ചതുരക്കളത്തിലെ കരുക്കള മനോജും കൺമണിയെല്ലാം. ആ കരുക്കളെ സമർത്ഥമായി നീക്കി നമ്മൾ ഒരാളെ അടിയറവ് പറയിപ്പിക്കും. പിന്നീട് കാണിക്കുന്നത് അലിക ഡിസൈൻസ് ആണ്. മാനസയുടെ ക്യാബിനിൽ സാഗർ എന്ന് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എന്നിട്ട് പറയും ഞാനിപ്പം വന്നത് എന്താണെന്ന് മോക്കറിയാവോ? മോളുടെ കഴിവിനെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് മോളെ ഏൽപ്പിക്കാനാ. മാനസയ്ക്ക് ഒന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ സാഗർ ചോദിക്കും വെല്ലുവിളികൾ നിറഞ്ഞൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ മാനസയ്ക്ക് സാധിക്കുമോ ഇല്ലയോ? അതിനാദ്യം ഉത്തരം പറ. സാധിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും സാഗറിന് സന്തോഷമാവും. അയാൾ പറയും എങ്കിൽ ബാംഗ്ലൂരെ നമ്മളുടെ ഓഫീസിൽ റീജിയണൽ ഹെഡായിട്ട് മോളെ ഞാൻ പോസ്റ്റ് ചെയ്യുക. അത് കേട്ട് മാനസയ്ക്ക് ഷോക്കാവും. ഇവിടെ കിട്ടുന്നതിനേക്കാൾ 20% സാലറി ഹൈക്ക്, കമ്പനി വെഹിക്കിൾ, ക്വാർട്ടേഴ്സ്, അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടെ കിട്ടുന്നതിനേക്കാളും ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ കൂടുതലുണ്ട്. പക്ഷേ അങ്കിൾ റീജിയണൽ ഹെഡായിട്ട് എനിക്ക് സാഗർ ചോദിക്കും പറ്റുമോ എന്നാണോ ചോദിക്കുന്നത്? ഉറപ്പായിട്ടും മാനസയ്ക്ക് അത് പറ്റൂ. ആദ്യ ഡിസൈനിൽ തന്നെ അംഗീകാരം കിട്ടിയ ആളാണ് മോള്. അടുത്ത ഡിസൈനിൻ്റെ ഡൽഹിയിൽ പരിഗണനയിലുമാണ്. പിന്നെ ഇവിടെ മോക്കുള്ള എക്സ്പീരിയൻസ്, ഭാഷയിലുള്ള മികവ്, തീരുമാനം എടുക്കുന്നതിലുള്ള വേഗത, കമാൻഡിങ് പവർ, അങ്ങനെ മാനസ ഒരു ഓൾറൗണ്ടർ. ഇതൊന്നും കേട്ട് മാനസയ്ക്ക് എത്ര സന്തോഷം തോന്നില്ല. സാഗർ പറയുന്നുണ്ട് പിന്നെ കൃഷിനെ പിരിഞ്ഞിരിക്കുന്ന ഓർത്തുള്ള സങ്കടമാണെങ്കിൽ വീഡിയോ കോളും ഒക്കെ ഉള്ള സ്ഥിതിക്ക് മാനസയ്ക്ക് എപ്പം വേണേലും കൃഷിനെ കാണാലോ, സംസാരിക്കാലോ. പിന്നെ അവസരങ്ങൾ ഒരിക്കലേ കിട്ടൂ, ലഭിക്കുമ്പം തന്നെ അത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ വിഷമിക്കേണ്ടി വരും. ഞാൻ പോകാം അങ്കിൾ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ആയിരിക്കുമോ ജോയിൻ ചെയ്യേണ്ടത്? സാഗർ പറയും വെരി ഗുഡ്, നെക്സ്റ്റ് ഡേ തന്നെ മോള് ജോയിൻ ചെയ്യണം. മാനസ ചോദിക്കും എന്താ അങ്കിൾ? സാഗർ പറയും അടുത്ത ദിവസം തന്നെ ചിലപ്പോൾ മൂക്ക് പോണ്ടി വരും, അതിപ്പം ഇന്ന് വൈകിട്ട് അറിയാം. ഓക്കെ മോളെ, എനിവേ ഓൾ ദ ബെസ്റ്റ്. അതും പറഞ്ഞ് സന്തോഷത്തോടെ സാഗർ അവിടുന്ന് പോകും. ഇതിന്റെ പിന്നിൽ കൃഷ് ആണോന്ന് നല്ല സംശയമുണ്ട് മാനസയ്ക്ക്. പിന്നീട് കാണിക്കുന്നത് കൺമണി അലിഗയിൽ തിരികെ എത്തുന്നതാണ്. അവളെ പരിചയമുള്ളവരെല്ലാം ഗുഡ് മോർണിംഗ് പറഞ്ഞ് പോകുന്നുണ്ട്. കൺമണിയുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മാനസയെ കൊണ്ട് ആ ഡിസൈൻ കാണിക്കുന്നതും മാനസ കൺമണിയെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നതെല്ലാം എല്ലാം ഓർക്കുമ്പോൾ അവൾക്ക് വിഷമം തോന്നുന്നുണ്ട്. എന്റെ ജീവിതം മാറ്റിമറിച്ച സ്ഥാപനത്തിൽ ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു, എന്നേക്കുമായിട്ടുള്ള ഒരു യാത്ര പറച്ചിലിനു കൂടി. അവൾ അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നിൽക്കുമ്പോഴത്തേക്കും വിദ്യ വന്ന് പറയും ഹേ കൺമണി ഗുഡ് മോർണിംഗ്, പനിയെല്ലാം മാറിയോ? കൺമണി മാറിയെന്ന് പറയും. ദേവ് സാർ ചാർജ് എടുത്തപ്പം ആദ്യം അന്വേഷിച്ചത് കൺമണിയാ. നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒരു നല്ല പോസ്റ്റിൽ തിരിച്ചു വന്നതിന്റെ സന്തോഷമൊന്നും കാണാനില്ല. കൺമണി പറയും അങ്ങനെയൊന്നുമില്ല. വിദ്യ ചോദിക്കും എല്ലാവരെയും കാണണ്ടേ? കൺമണി പറയും ഞാൻ പിന്നെ കണ്ടോളാം മാഡം. വിദ്യ പറയും പുതിയൊരു അസൈൻമെന്റ് ചെയ്യാൻ ഓക്കെ ആണോ? ഞാൻ ചെയ്യാന്ന് കൺമണി പറയും. വിദ്യ അവിടുന്ന് പോകുമ്പം കൺമണി ഓർക്കുന്നത് വരുൺ രാവിലെ കാണിച്ച കാര്യങ്ങളാണ്. അതെല്ലാം ഓർത്ത് വിഷമിച്ച് നിൽക്കുന്ന അവൾ കാണുന്നത് കൃഷി അകത്തേക്ക് വരുന്നതാണ്. രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.